ഒരാൾ ദാരിദ്ര്യമുണ്ട് എന്നതിന്റെ പേര് അവൻ നിന്റെ സ്ഥാനമാനങ്ങളോട് യോജിക്കാത്തവനോ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ അകറ്റി നിർത്തരുത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിന്റെ മുമ്പിൽ കൈനീട്ടുന്നവനെ ആട്ടിയോടിക്കരുത്. ഒരിക്കലും ദാരിദ്ര്യമുള്ളവനെ കണ്ണുകെട്ടി മറക്കേണ്ടതല്ല, അവനെ മതില് കെട്ടി മറക്കേണ്ടതല്ല. ആരാണോ ദരിദ്രൻ അവനെ നിന്റെ ശരീരത്തിലേക്കും നിന്റെ മനസ്സിലേക്കും ചേർത്ത് പിടിക്കേണ്ടവനാണെന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കാനല്ലയോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായെന്ന അറേബ്യൻ ലോകത്തിന്റെ ഭരണാധികാരി ഇന്ത്യയുടെ ഭരണാധികാരിയെ പോലെയല്ലല്ലോ. ഈ ലോകത്തിന്റെ ഏകാധിപത്യ സർവാധിപത്യ സാമ്രാജ്യത്തെ രാജ്യത്തിന്റെ ഏകാധിപതികളെ പോലെയല്ലല്ലോ. 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ തുടർ കാലഘട്ടത്തിൽ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരായിരുന്ന വരേണ്യവർഗത്തിന്റെ ഉടമകളായിരുന്ന അബൂജഹലും ഉത്ബത്തും ശൈബത്തും കൂടി വന്നിട്ട് പറഞ്ഞുവല്ലോ, മുഹമ്മദേ നിങ്ങളിനെ ഞങ്ങളത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വരാതിരിക്കാനുള്ള തടസ്സമേടെന്നറിയോ? പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ അധികാരികളുടെ കണ്ണിൽ നിന്നും മതില് കെട്ടി തിരിച്ച ഏകാധിപത്യത്തിന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ ലാളിത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉദാരതയുടെയും സഹനമായ ഭാവത്തെ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി തങ്ങൾ എന്ന ഭരണാധികാരിയെ മദീനയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഉത്ബത്തും ശൈബത്തും അബൂജഹലും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചിട്ട് നിന്റെ അടുക്കൽ വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിന്റെ കൂടെ സദാസമയത്ത് നടക്കുന്നത് ദളിതരായ അവർണരായ അടിച്ചമർത്തപ്പെടുന്ന ഞങ്ങളുടെ അടുക്കളയിൽ അടിമവേല ചെയ്യുന്ന ഞങ്ങളുടെ ഒട്ടകത്തിന്റെ ചാണകം ചുമക്കുന്ന കറുത്തവനായ ബിലാലിനെ പോലെ, സുഹൈബിനെ പോലെ, അമ്മാറിനെ പോലെ, ഹബ്ബാബിനെ പോലെ, ഹുബൈബിനെ പോലെയുള്ള പാവപ്പെട്ട ദളിതന്മാരല്ലേ, പാവപ്പെട്ട ദരിദ്ര നാരായണന്മാരല്ലേ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഒട്ടകത്തിന്റെ ചാണകം വാരുന്ന, ഞങ്ങളുടെ വീടുകളിൽ അടിച്ചമർത്തപ്പെട്ടിട്ട് അടുക്കളയിലെ അടിമവേല ചെയ്യുന്ന, ഞങ്ങളെ കണ്ടാൽ കിലോമീറ്ററോളം മാറി നിൽക്കുന്ന ഒട്ടകത്തിന്റെ കൂടെ എരിത്തിരിൽ കിടന്നിറങ്ങുന്ന ഈ കറുത്തവരായ ദളിതന്മാരുടെ ഈ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ദരിദ്രന്മാരുടെ ചാരത്ത് വന്നിരിക്കാൻ അവരുടെ കൂടെ ഇരിപ്പിടം പങ്കിടാൻ ഞങ്ങൾക്ക് കഴിയില്ല മുഹമ്മദേ. ഞങ്ങള് സവർണരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങള് സവർണരാണ്, ഉന്നത കുലജാതരും, ഞങ്ങൾ കുടുംബ മഹിമയുള്ള ഗോത്രത്തലവന്മാരാണ് എന്നവര് പറയുമ്പോ നിന്റെ അടുത്ത് കിടക്കുന്ന ഈ കറുത്തവരായ ദരിദ്രരായ കണ്ണ് കെട്ടിയിട്ട് മാറ്റി നിർത്തേണ്ട ഈ പാവപ്പെട്ടവരെ ദരിദ്രന്മാരെ അല്പനേരത്തേക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം നബിയേ മുഹമ്മദേ എന്ന് മക്കാ ഖുറൈശികളുടെ സമ്പന്ന വരേണ്യവർഗത്തിന്റെ മൂടമ്പികൾ മാടമ്പികൾ വന്ന് ഫ്യൂഡറലിസത്തിന്റെ മാടമ്പികൾ വന്ന് വർത്തമാനം പറഞ്ഞപ്പോ, സഹോദര ഒരിക്കൽ കൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തില് ഹബീബായ നബി തങ്ങളുടെ രാജ്യഭരണത്തിന്റെ ഏറ്റവും വലിയ സമത്വത്തിന്റെ മുഖത്ത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൊരു ചിന്ത വന്നു അത്രേ, അല്ലാഹുവേ അല്ലാഹുവേ ഇവര് പറയുന്നത് പോലെ ഒരു അല്പസമയത്തേക്ക് ബിലാലിനെയും സുഹൈബിനെയും അമ്മാറിനെയും ഹബ്ബാബിനെയും ഹുബൈബിനെയും റളിയല്ലാഹു തആല അൻഹും വ അൻഹും അജ്മഈൻ
അവരെ ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയാൽ ഇസ്ലാമിന്റെ ആരംഭകാലമല്ലേ, ഈ ഗോത്ര തലവന്മാർ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ അനുയായികളും പുറകെ വരുമല്ലോ. തുടക്ക കാലഘട്ടത്തിൽ ആരുമില്ലാതെ അറേബ്യയിൽ ഒറ്റക്ക് നിൽക്കുന്ന എനിക്കൊരു കരുത്താകുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനും മക്ക മുഴുവനും പ്രചരിക്കുവാൻ ഇത് കാരണമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഹബീബായ നബി തങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നപ്പോ ഒരല്പനേരത്തേക്ക് അവരെ ഒന്ന് മാറ്റി നിർത്തിയാലോ. സ്വന്തത്തിന് വേണ്ടിയല്ല, സ്വത്വത്തിന് വേണ്ടിയല്ല, വൈയക്തികത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ ദീനിനത് ഹിതകരമാകുമല്ലോ എന്ന് കരുതി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിച്ചപ്പോ ആ സമയത്താണ് ഹബീബായ മുത്തുനബിയുടെ വീടിന്റെ വാതിൽക്കലൊരു ശബ്ദം കേട്ടത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ചർച്ച നടക്കുന്ന കുടിലിന്റെ വാതിലൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ആരെന്നറിയോ? രണ്ട് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ദളിതനായ പാവപ്പെട്ടവനായ ദരിദ്രനായ മക്കാ ഖുറൈശികളുടെ അടിമവേല ചെയ്യുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. ആ സലാം കേട്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലും ഉത്ബത്തും അടക്കം ഇരിക്കുന്ന ആളുകൾ ആരെയാണോ അട്ടിയോടിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതേ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വാതിൽക്കൽ വന്ന് സലാം പറഞ്ഞപ്പോ, സഹോദരാ സഹോദരി, വിശുദ്ധ ഖുർആന്റെ ഏറ്റവും ജാജ്വലമായ ഒരു സൂറത്തിന്റെ അവതരണ പശ്ചാത്തലമാണിത്. ഹബീബായ നബി തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം അന്ധനാണ്, പാവപ്പെട്ടവനാണ്, ദളിതനാണ്, അധകൃതനാണ്, അവകാശം നിഷേധിക്കപ്പെട്ടവനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമൊന്ന് ചുളിഞ്ഞു പോയത്രേ. എന്തിനാണ് ഇബ്നു ഉമ്മു മക്തൂം ഈ സമയത്ത് ഇവിടേക്ക് വന്നത്? ഈ സമയത്ത് വന്നാൽ ഇവരത് കണ്ടിട്ട് തിരിച്ചു പോവുകയില്ലേ എന്ന് പാവപ്പെട്ടവനായ ദരിദ്രനെ കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ ആ അസഹനീയമായ അരോചകത്വം വെളിയിൽ കാണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്നും മെല്ലെ ചുളിഞ്ഞു പോയി. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ, സാധാരണ വന്ന് താൻ വടിയിൽ വന്നിട്ട് സലാം പറഞ്ഞാൽ ഹബീബായ മുത്തുനബി തങ്ങൾ ഉടനെ മടക്കാറുണ്ട്. എഴുന്നേറ്റ് വന്ന് വാതിലിൽ വന്ന് അവിടുത്തെ റിസാലത്തിന്റെ കരങ്ങൾ തന്റെ കയ്യിൽ പിടിച്ച് അന്ധനായ തന്നെ വിളിച്ചു കൊണ്ടുപോയി ഇരിപ്പിടത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി ഇരുത്താറുണ്ട്. പക്ഷേ ഇന്ന് ഹബീബായ നബി തങ്ങളുടെ മറുപടി വരുന്നില്ലല്ലോ. എന്തേ ഹബീബന്റെ അടുക്കലേക്ക് വരാത്തത്? എന്തേ എന്റെ തബീബ് എന്റെ ഹബീബന്റെ കയ്യിൽ വന്ന് പിടിക്കാത്തത്? എന്തേ എന്റെ ഹബീബ് എന്റെ കൽബിന്റെ തബീബ് എന്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് എന്നെ ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി ഇരുത്താത്തത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന് വേദനിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദരിദ്രനെ കണ്ടപ്പോ ഒന്ന് മുഖം ചുളിച്ചതേയുള്ളൂ. മതിൽ കെട്ടി തിരിച്ചില്ല, കൺമറയത്തിൽ നിന്ന് മാറ്റി നിർത്തിയില്ല, ആരും കാണണ്ടെന്ന് പറഞ്ഞില്ല. ഒരു നീരസത്തിന്റെ അടയാളം മുഖത്ത് വന്നപ്പോ ആ ദരിദ്രനായ സഹാബിയുടെ കണ്ണ് കാണാഞ്ഞിട്ടും തന്റെ അകക്കണ്ണ് കൊണ്ട് ഹബീബിന്റെ ഭൂമുഖ പതനം കാണാൻ അവിടുത്തെ ഓലക്കുടിലിന്റെ ഈത്തപ്പന മരത്തിന്റെ കുടിലിന്റെ ചാരത്തെത്തിയ ആ പാവപ്പെട്ട ദരിദ്രനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ കൽബിലൊരു ചെറിയ വേദന ഉണ്ടായപ്പോ അല്ലാഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. മുഅ്മിനത്തെ ആ ദരിദ്രന്റെ കണ്ണ് നിറഞ്ഞത് പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ടില്ല. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി ഹബീബായ നബി തങ്ങൾക്ക് ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. നബിയേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ
വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഉ ദിക്റാ. ഹബീബായ നബി തങ്ങളെ അല്ലാഹു ശാസിക്കുകയാണ്. ആരെയാണ് മുഅ്മിനെ ശാസിക്കുന്നത്? ഹബീബായ നബി തങ്ങളെ അല്ലാഹു ശാസിച്ചിട്ട് പറഞ്ഞു, നബിയേ അബസ വതവല്ല, അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ നബിയേ? അങ്ങയുടെ മുഖത്തിന് നീരസം വന്നോ നബിയേ? കൽബിന്റെ ഉള്ളിൽ ചെറിയൊരു അതിർത്തി വന്നോ നബിയേ? ഒരന്ധനായ പാവപ്പെട്ടവനായ ദരിദ്രനായ എന്റെ അടിമയെ കണ്ടപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ നബിയേ? വേണ്ട നബിയേ, വേണ്ട. അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്ന അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും അവരുടെ പണവും പ്രതാപവും കണ്ടിട്ട് അവർ ഇസ്ലാമിലേക്ക് വരുമെന്ന് കരുതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദരിദ്രനായ ഒരു അടിമയെ കണ്ടപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ നബിയേ? കല്ലാ, വേണ്ട നബിയേ, വേണ്ട, വേണ്ട നബിയേ, വേണ്ട. ഇന്നഹു തദ്കിറാ, ഇതൊരു മുന്നറിയിപ്പാണ്. ഇനി ഇങ്ങനെ ആവർത്തിക്കല്ലേ തിരുദൂതരെ. സഹോദരാ, ആരെയാണ് ശാസിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനെ. ദരിദ്രന്മാര് പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ടവരാണ്, അവർ അല്ലാഹുവിലേക്ക് അടുത്തവനാണ്. അല്ലാഹു ശാസിച്ചതാർക്ക് വേണ്ടി എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനെ. അല്ലാഹു ഈ ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതരായ, ഈ ലോകത്തിന്റെ പരാവെളിച്ചമായ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിന്റെ അടിസ്ഥാന ആധാരശിലയായ, ലോകത്തിന്റെ വെളിച്ചത്തിന്റെ നിദാനമായ, സമത്വത്തിന്റെ പ്രതീകമായ റജബിന്റെ പുണ്യരാവല്ലേ, ഇതുപോലൊരു രാത്രിയിലെ സപ്തവാനങ്ങൾ താണ്ടിക്കടന്ന അതിശീഘ്ര ദുദ്രഗമന വാഹനമായ ബുറാക്കിൽ കയറ്റി ആകാശലോകത്തിന് അനിർവചനീയമായ ആത്മീയതയുടെ ആനന്ദ തുന്തിരമായ കാഴ്ചകൾ കാണിച്ച് ആകാശലോകം മുഴുവനും കാണിച്ചു കൊടുത്ത അവിടുത്തെ ഹബീബല്ലയോ? ആ ഹബീബിനെയാണ് അല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞത്, വേണ്ട നബിയേ, ഈ അബൂജഹലിന്റെ അധികാരത്തെക്കാൾ, ഉത്തുബത്തിന്റെ സമ്പന്നതയേക്കാൾ, ശൈബത്തിന്റെ കുടുംബ മഹിമയേക്കാൾ അല്ലാഹുവിനിഷ്ടം ദരിദ്രനായ അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമിനെയാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്തതിന് ചെയ്യരുതെന്ന് ശാസിക്കുമ്പോ, സഹോദരാ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ജനാധിപത്യത്തിന് ശക്തി കൊടുത്ത മിസ്സസ് ആനി ബസന്റ് പോലും പറഞ്ഞുവല്ലോ, ഈ സൂറത്തിൽ അബസയിലെ ഈ ചരിത്ര പശ്ചാത്തലം എടുത്തിട്ട് ഈ ഖുർആൻ മുഹമ്മദ് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ശാസനയുടെ അധ്യായം അതിൽ കാണുമായിരുന്നില്ല. അല്ലാഹു മുഹമ്മദ് നബിയെ ശാസിച്ചുവെങ്കിൽ തീർച്ചയായും ഇതൊരു ദൈവ ഗ്രന്ഥമാണ്, ഇത് മുഹമ്മദിന്റെ മനുഷ്യനിർമ്മിത ഗ്രന്ഥമല്ലെന്ന് മിസ്സസ് ആനി ബസന്റ് പോലും അടയാളപ്പെടുത്തിയ ഇസ്ലാമിക ചരിത്രത്തിലെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഉജ്ജ്വലമായ ചരിത്ര പശ്ചാത്തലമാണ് സൂറത്തുൽ അബസ. അയൽ രാജ്യത്തിന്റെ രാജാധികാരത്തിന് അടയാളം വന്നപ്പോ സ്വന്തം രാജ്യത്തിലെ ദരിദ്ര പൗരന്മാര് മതില് കെട്ടി തിരിച്ച ഭരണാധികാരികളെ കേട്ടുകൊള്ളുക. മദീനയുടെ ഭരണാധികാരി ആരെന്നറിയോ? മക്കയുടെ രാജാവ് ആരെന്നറിയോ? ആ മക്കയുടെ രാജാവാണ് ദരിദ്രന്മാരെ ചേർത്ത് പിടിച്ച ചുട്ടുപടുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലും മലത്തി കിടത്തിയിട്ട് ദാഹത്താല് വാ പൊളിച്ച ബിലാലിന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തപ്പോ കറുത്തവനായ ബിലാലിനെ തന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു വെച്ചിട്ട് ലൈസലിൽ അബിയദി ഫളലുൻ അലൽ അസ്വദി വലൈസലിൽ അറബി ഫളലുൻ അലൽ അജ്മി ഇല്ലാ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടം അവനിലേക്കുള്ള ഹൃദയത്തിന്റെ തെളിച്ചമാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്. നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഓ
ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجها ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഓ നബിയേ, രാപ്പകലുകളുടെ വ്യത്യാസങ്ങളില്ലാതെ അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന പാവങ്ങളെ അങ്ങാട്ടി ഓടിക്കണ്ട നബിയേ. ആ പാവങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാ. സഹോദരാ, അതുകൊണ്ട് എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. പാവങ്ങളെ അട്ടിയോടിക്കാനുള്ളതല്ല. ഒരു ദിവസം കൂടി ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ത്യയുടെ ഭരണാധികാരി പാവപ്പെട്ടവന്മാരെ മതിൽ കെട്ടിയിട്ടാണ് തിരിച്ചതെങ്കിൽ അതേപോലെ നമ്മളും അവരെ വിമർശിക്കുമ്പോ മനസാക്ഷിയോട് ചോദിക്കട്ടെ, പലപ്പോഴും നമ്മളും അങ്ങനെ മനസ്സിൽ മതിൽ കെട്ടി തിരിച്ചിട്ടില്ലേ? പാവപ്പെട്ടവരെ അകറ്റി നിർത്തിയിട്ടില്ലേ? നമ്മള് ദരിദ്രന്മാരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭിത്തി കെട്ടി തിരിച്ചിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ ആഡംബര കല്യാണത്തിന് തൊട്ടടുത്ത വീട്ടിലെ പാവപ്പെട്ടവനെ ക്ഷണിക്കാറുണ്ടോ? നമ്മുടെ പ്രധാനപ്പെട്ട സദസ്സുകളിൽ പാവപ്പെട്ടവനായ ആളുകളെ നമ്മൾ വിളിക്കാറുണ്ടോ? മൈലാഞ്ചി കല്യാണവും മഞ്ഞ കല്യാണവും പറഞ്ഞ് പണത്തിന്റെ തിമിർപ്പിൽ ആടി തിമിർക്കുമ്പോ ആ സമയത്ത് എത്രയെത്ര പാവപ്പെട്ടവര് പൊട്ടിക്കരഞ്ഞിട്ട് നമ്മുടെ അയൽപക്കത്തുണ്ട്. മുഅ്മിനേ, നമ്മുടെ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ ഞാൻ എന്റെയും നിങ്ങളുടെയും മനസാക്ഷിയോട് ചോദിക്കട്ടെ. ഭരണാധികാരികൾ അഹമ്മദാബാദിലെ തെരുവിലാണ് ഭിത്തി കെട്ടിയിടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആരും കാണാത്തതിനെ ഭിത്തി കെട്ടിയിട്ടില്ലേ? നമ്മുടെ പെൺമക്കള് കൈ നിറച്ചിട്ട് സ്വർണ്ണാഭരണമിട്ട് കാതിലും കഴുത്തിലും സ്വർണ്ണമിട്ട് ലക്ഷങ്ങള് പൊടി പൊടിച്ച് കല്യാണം നടത്തി ആ സമയത്ത് വിദേശ നിർമ്മിത കാറിലോ ആഡംബര വാഹനത്തിലേക്ക് നമ്മുടെ പെൺമക്കള് പുതിയാപ്പയുടെ കൈ പിടിച്ചിട്ട് കയറുമ്പോ തൊട്ടടുത്ത നമ്മുടെ മതിലിന്റെ പുറത്ത് 30 വയസ്സായിട്ടും കല്യാണത്തിന് ഭാഗ്യമില്ലാതെ സ്ത്രീധനം എന്ന ദുരാധാരത്തിന്റെ പേരിൽ ജീവിതത്തിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയ സ്വന്തം മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി വെള്ളിയാഴ്ച പള്ളിക്കോലാകളിൽ തുണി വിരിക്കുന്ന പാവപ്പെട്ട പിതാവിന്റെ മകള് ഒരു തരി സ്വർണം പോലും തന്റെ കാതിലില്ലാതെ തൊട്ടടുത്ത മുതലാളിയുടെ മകളെ കൈ നിറച്ച് സ്വർണ്ണ വളയിട്ട് കാല് നിറച്ചും കാത് നിറച്ചും സ്വർണ്ണമിട്ടിട്ട് ബെൻസുകാരില് പുതിയ ആപ്പിളയുടെ കൈ പിടിച്ച് കയറുമ്പോ ചെറുപ്പക്കാര് ചുറ്റും നിന്നിട്ട് ആഴത്തുള്ളി നൃത്തം ചെയ്യുമ്പോ 30 വയസ്സായിട്ടും തന്റെ കാതിലൊരു തരി സ്വർണ്ണമില്ലാതെ ആ കാഴ്ച തന്റെ ഓല കൊണ്ട് മറച്ച വീടിന്റെ ഓലക്കാതുകൾക്കിടയിലൂടെ നോക്കിയിട്ട് നെടുവേർപ്പെടുന്ന 100 കണക്കിന് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുപാടിലില്ലേ? അവരെയൊക്കെ നമ്മൾ വേലി കെട്ടി തിരിച്ചവരല്ലേ? വേണ്ട സഹോദരാ, വേണ്ട. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ദരിദ്രന്മാരെ നിങ്ങൾ നിങ്ങളുടെ സമീപത്ത് നിന്ന് ആട്ടിയോടിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മുടെ നാട്ടിൽ ഭരണാധികാരി വന്നപ്പം മതിൽ കെട്ടിയിട്ട് തിരിച്ചു. നമ്മൾ പലപ്പോഴും മതിൽ വെളിയിൽ കെട്ടിയില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ മതിൽ കെട്ടിയിട്ടുണ്ട്. പാവപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട്, ഇല്ലേ? പാവപ്പെട്ടവൻ എന്താവല? SSLCയുടെ പരീക്ഷ നടക്കാൻ പോവുക. SSLCയുടെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചതാരാണ്? SSLCയുടെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചതാരാണ്? ആരാണ്? ഷാജഹാൻ. ആരാ താജ്മഹൽ നിർമ്മിച്ചതാരാ? ഉത്തരം പറയും മനുഷ്യന്മാരെ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോണത്. ആരാണ് താജ്മഹൽ നിർമ്മിച്ചത്? തൊഴിലാളികളാണെങ്കിൽ മാർക്ക് വട്ടപൂജ്യം. SSLCയിലെ ചോദ്യത്തിൽ ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചതാരാണ്? താഴെ കുട്ടി എഴുതുന്നു ഷാജഹാൻ ചക്രവർത്തി, മാർക്ക് 5. യഥാർത്ഥത്തിൽ താജ്മഹൽ നിർമ്മിച്ചതാരാ? ഷാജഹാനാണോ? അല്ല. പിന്നെയോ?
രാപ്പകലുകളില്ലാതെ ആ വെണ്ണക്കൽ പ്രതിമകളെ തങ്ങളുടെ കരവിരുത്തിന്റെ കരകൗശലം കൊണ്ട് ചാർത്തിയെടുത്ത തൊഴിലാളികൾ വൈസ്രോയി ആയിരുന്ന ജനറൽ ശ്രീമാൻ താജ്മഹൽ സന്ദർശിക്കാൻ വേണ്ടി പോയിട്ട് അദ്ദേഹം തന്റെ ഭാര്യയോട് ചോദിച്ചു, നിനക്കെന്ത് വേണം? ജനറൽ ശ്രീമാന്റെ ഭാര്യ പറഞ്ഞു, എനിക്കും നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സ്മാരകം പണിതു തന്നാൽ ഇപ്പോൾ എനിക്ക് മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് ജനറൽ ശ്രീമാൻ പറഞ്ഞു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആരും അറിയാതെ അവരുടെ പോക്കറ്റിൽ എടുത്തുകൊണ്ടുപോയ വെണ്ണ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഷാജഹാന്റെ താജ്മഹൽ, ആ താജ്മഹൽ 2 പ്രാവശ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിൽക്കാൻ വെച്ചതാണ്. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൂടുതലായത് കൊണ്ടാണ് വിൽക്കാൻ പറ്റാതിരുന്നത്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യയെ വിറ്റു, അറബികൾ ഇന്ത്യയെ പണിതു. താജ്മഹലും ഫത്തേപൂർ സിക്രിയും കുത്തബ് മീനാറും ചെങ്കോട്ടയും അഹമ്മദാബാദും ഒക്കെ അറബികൾ ഇന്ത്യക്ക് സംഭാവന ചെയ്തു. 800 വർഷക്കാലം ഇന്ത്യ അറബികൾ ഭരിച്ചപ്പോ ഒരൊറ്റ കലാപങ്ങളും ഒരു സ്വാതന്ത്ര്യ സമരവും ഇന്ത്യയിൽ ഉണ്ടായില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 800 വർഷം ഭരിച്ച മുഗളന്മാര് ഇവിടം ഭരിച്ചപ്പോൾ അവർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന ശരാശരി 40%. ആ സമ്പന്നതയാണ് പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും ബ്രിട്ടീഷുകാരെയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ആഭ്യന്തര ശരാശരി 40%. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സായിപ്പ് വന്നു. 100 വർഷം തികയുന്നതിന് മുമ്പേ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. 800 വർഷം അറബികൾ ഭരിച്ചിട്ടില്ലാത്ത കലാപം 100 വർഷം ഭരിക്കുന്നതിന് മുമ്പേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വിട്ടിട്ട് 947 തിരിച്ചു പോകുമ്പോ ഇന്ത്യയുടെ ആഭ്യന്തര ശരാശരി വെറും 4.5%. മുഗളന്മാർ മുസ്ലിമീങ്ങൾ ഞങ്ങൾ ഇന്ത്യ ഭരിച്ചപ്പോ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന ശരാശരി 40%. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചപ്പോ സ്വാതന്ത്ര്യം കിട്ടുമ്പോ 4.5%. ആ തകർന്നു പോയ ഇന്ത്യ മുഴുവനും കറ്റുവിറ്റു മുടിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ.